സുബഹോല ബോലബ്രോവൽ റൂഹോ കാദീസോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാൽ പരിശുദ്ധൻ മൗത്തമുള്ള ഏഷ്യ ദീർഘദൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോർ. ദീർഘദർശിമാരുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, മുറുകെ പിടിക്കുന്നവൻ മർത്യൻ. സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവനോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നവൻ ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകളിൽ പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായി ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റാത്തപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ നാമത്തെ സ്നേഹിക്കുകയും എൻ്റെ ദാസന്മാരോടും എന്നോടും ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തതയെ പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികൾ മറ്റു ബലികളിലും എൻ്റെ ബലിപീഠത്തിന്മേൽ സ്വീകാര്യമായിരിക്കും. ബാർക്കുമോർ. സ്വർഗാധിപതേ ദേവാ നിന്നുടയാ ലയമതിനുൾ പൂഗീതാ ഞാൻ സിംഹാസന സവിധേ വന്നീപ്പൂ ലംഘനമെല്ലാം മോചീച്ചൻ പാപമശേഷം മായ്ക്കേണം. ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതിക്കാകണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക. മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാകണമേ. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതാ എന്തങ്ങേക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോൽ അഖില ജനസവിധം ഞാനൻ നേർച്ചകൾ നിറവേറ്റും നാദാ. ആബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ
ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലിദു സ്വീകൃതമാക്കണമേ കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധി മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ ഭരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവരും പരിശുദ്ധ തൃത്വത്തിലൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ,
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിലായിസോ കുറിലായിസോ കുറിലായിസോ. പൗലോസു സ്നേഹ ധന്യൻ ചൊൽകേട്ടേ ഈ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സബദൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാർക്കുമോ. ശ്ലീഹായുടെ ഉടനെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെ നീക്കും ഉണ്ടായിരിക്കട്ടെ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃങ്ങൾക്കും നാമകരണമായ പിതാവിന് മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ചു വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകെ അടിയൊഴിപ്പിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ബാർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹ മുൻപിൽ. ഹല്ലേലൂയ. വായിക്കപ്പെടുന്ന കർത്താവീശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവം നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ യേശുവിന് സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ
കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇവപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളോടൊപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വലിയോരായുധമാം നോമ്പിൽ തീഷ്ണതയുൾക്കൊള്ളുക. ഇതിനാൽ ജയമേറ്റു മൃതരാ മിശിഹായിൽ പൂർണ്ണരും. മലയിൽ മൂശ ശോഭിച്ചിതിനാലേ നാഥൻ സാത്താനേതിനാൽ വെന്നു. എളിയ നിബിയായതിനാലേ കയറിയ ഹോതേരിൽ സഹദേർ നയവാൻമാരിതിനാൽ ശ്രേഷ്ഠത പൂണ്ടല്ലോ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ വലിയ നോയമ്പിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 15ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് നമ്മളിവിടെ വിചിന്തനത്തിനായി എടുക്കുക. മത്തായിയുടെ സുവിശേഷം 15ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നവരോട് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. തുടർന്ന് ഈശോ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധികളെക്കുറിച്ച് പറയുകയാണ്. ഒരുവന്റെ അശുദ്ധി അവൻ്റെ ഉദരത്തിലേക്ക് പോകുന്നതല്ല, മറിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവൻ്റെ അശുദ്ധി എന്ന് പറയുകയാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഈശോ സംസാരിച്ചതിന് ശേഷമാണ് ഈ കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവിടെ തമ്പുരാൻ ഹൃദയത്തിൽ നിന്ന് ഈശോയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുക. ഇതിൻ്റെ മറ്റൊരു തലമാണ് ഈശോ ആദ്യം പറഞ്ഞത്: നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ജനങ്ങളെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ അധരത്തിൽ വിശ്വാസമുള്ളവരും ഹൃദയത്തിൽ വിശ്വാസമുള്ളവരും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. അധരത്തിൽ വിശ്വാസമുള്ളവർ യേശുവിൻ്റെ പിന്നാലെ കൂടി ഒരു ഹൃദയബന്ധമില്ലാതെ സഞ്ചരിക്കുന്നവരാണ്.
എന്നാൽ ഹൃദയത്തിൽ വിശ്വാസമുള്ളവർ പിന്നാലെ കൂടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവരുടെ ഹൃദയം എപ്പോഴും യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കും. അവനാണ് എൻ്റെ രക്ഷയെന്നും അവനാണ് എൻ്റെ വിടുതലെന്നും അവനാണ് എൻ്റെ സൗഖ്യമെന്നും ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനിൽ നിന്ന് അകന്നു മാറാതെ എപ്പോഴും കേണപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അപ്പോൾ കാനാൻകാരിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇതാണ്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാണ്. മറ്റുള്ളവരുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, നിലവിളിയുടെ മുമ്പിൽ, കരച്ചിലിൻ്റെ മുമ്പിൽ കരളലിയുന്ന ഒരു ദൈവത്തെയാണ് ഈശോയിലൂടെ നമുക്ക് പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നത്. കരുണയുടെ വർഷം നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിതാവായ ദൈവത്തിൻ്റെ മുഖം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് കിട്ടി നമുക്ക്. എന്താണ് പിതാവായ ദൈവമെന്ന് പുത്രൻ തമ്പുരാനിലൂടെ ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു. പഴയ നിയമത്തിലും ദൈവം കനിവുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമായി വെളിപ്പെട്ട് നമുക്ക് കിട്ടിയത് പുതിയ നിയമത്തിലെ പുത്രൻ തമ്പുരാനിലൂടെയാണ്. ഇപ്പൊ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ഇവിടെ കാണുകയാണ്. നിലവിളി കേൾക്കുന്ന ദൈവം കാനാൻകാരിയുടെ നിലവിളിയെ കേൾക്കുന്നു. ഇസ്രായേലിന്റെ നിലവിളി കേട്ടവൻ, ദാവീദിന്റെ കണ്ണുനീര് കണ്ടവൻ, സൂസന്നയുടെ സ്വർഗത്തിലേക്ക് നോക്കിയുള്ള വലിയ ഒച്ചപ്പാടോടുകൂടിയുള്ള കരച്ചിൽ കേട്ടവൻ, അങ്ങനെ അനേകരുടെ നിലവിളി കേട്ടവൻ, ഇതാ ഇവിടെ സ്വജാതി അല്ലാത്ത, യഹൂദ വിശ്വാസത്തിൽപ്പെടാത്ത, യഹൂദ ആചാരങ്ങൾ അറിയാത്ത വെറുമൊരു കാനാൻകാരിയുടെ കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും വിശ്വാസത്തിൻ്റെയും മുമ്പിൽ തൻ്റെ മനസ്സലിഞ്ഞു പോകുന്നതായി നമ്മൾ കാണുകയാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം തരുന്ന ദൈവമാണ് എന്നുള്ളതാണ്. അത് നിരന്തരമായ ഒരു നിലവിളിയായിരിക്കണം. ഇവിടെ കാനാൻകാരി ഒരു പ്രാവശ്യം നിലവിളിക്കുമ്പോൾ അവളെ വളരെ ബുദ്ധിപരമായ രീതിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തമ്പുരാനോട് അതിലും ആഴത്തിൽ പറഞ്ഞുകൊണ്ട്, നീ തന്നെയാണ് മേശയിലിരിക്കുന്നവരുടെയും മേശയുടെ ചുവട്ടിലുള്ളവരുടെയും യജമാനനെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്ന കാനാൻകാരി. സ്നേഹമുള്ളവരെ, നിരന്തരമായ നിലവിളിയിലൂടെ ദൈവാനുഗ്രഹം വാങ്ങിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും കേൾക്കുന്നവനും സ്വീകരിക്കുന്നവനുമാണ് എന്ന് ഈ നോമ്പുകാലത്ത് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നമ്മുടെ നിലവിളി കേൾക്കും, ദൈവം നമ്മുടെ അനുതാപത്തിൻ്റെ കണ്ണുനീര് കാണും. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് നിരന്തരമായി നിലവിളിക്കുന്ന മനുഷ്യരായി മാറും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന്. പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, അകന്നു മാറിപ്പോകേണ്ട സാഹചര്യങ്ങളും സംസാരങ്ങളും ഉണ്ടായേക്കാം. അവിടെയൊന്നും വിശ്വാസം കളയാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വിശ്വാസത്തിലൂടെ എനിക്കെല്ലാം നേടിക്കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. രണ്ടാമതായി, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുന്നത് ദൈവത്തോട് ഹൃദയബന്ധമുള്ള മക്കളാണ്. ഇവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ കാനാൻകാരനെന്നോ വ്യത്യാസം കൂടാതെ ദൈവം അനുഗ്രഹം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, വിശ്വാസത്തോട് വിളിക്കുന്ന എല്ലാ മക്കൾക്കും കൊടുക്കും. ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ദൈവമായി യേശുക്രിസ്തുവിനെ കണക്കാക്കരുത് എന്ന് കാനാൻകാരിയുടെ മകളുടെ സൗഖ്യത്തിലൂടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിനിവേക്കാർ നിലവിളിച്ചപ്പോൾ നിലവിളി കേട്ട് അവരുടെ അനുതാപത്തെ കൈക്കൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ നേരെ അയക്കാനിരിക്കുന്ന കോപത്തെ മാറ്റിക്കളഞ്ഞ ദൈവം നിനിവേ തെരഞ്ഞെടുക്കപ്പെട്ട ജനമല്ലല്ലോ. ഏതോ ഒരു ദേശം നശിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശം പാപത്താൽ മലിനമാക്കപ്പെട്ട് ഇല്ലാതാകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവർക്ക് ഒരു വലിയ വെളിപാട് കൊടുത്തുകൊണ്ട് അവരെ
കാനാൻകാരിയുടെ വിശ്വാസത്തിലൂടെ രണ്ടാമതായിട്ട് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം എല്ലാവരുടെയുമാണ്. യേശു ക്രിസ്തു എല്ലാവരുടെയുമാണ്. യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഹൃദയബന്ധമുള്ള വിശ്വാസമുള്ള ഏത് ജാതിയിലും മതത്തിലും കുലത്തിലും വർഗത്തിലും വർണ്ണത്തിലുമുള്ളവരും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ തെളിവ് കൂടിയാണ് ഈ കനാൻകാരിയുടെ മകളുടെ സൗഖ്യം സുവിശേഷത്തിലൂടെ നമ്മോട് സംസാരിക്കുക. അപ്പോൾ ദൈവത്തിന് ഹൃദയബന്ധമുണ്ടായി ദൈവത്തോട് വിശ്വാസത്തിലായിരിക്കുക എന്നുള്ളതാണ്. ജന്മം കൊണ്ടല്ല നമ്മൾ യേശുക്രിസ്തുവുമായി വിശ്വാസത്തിലാകുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും നമ്മുടെ നിലവിളിയുടെ സ്വരവും നമ്മുടെ ബോധ്യങ്ങളുമാണ് നമ്മളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നത്. അപ്പം ആ ഒരു തിരിച്ചറിവ് കൂടെ നമുക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാന് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ബോധ്യങ്ങൾ, നിലവിളി കേൾക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവെന്നും അവന് മുഖപക്ഷമില്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്നൊരു ദൈവമാണെന്നും ആ ഒരു തിരിച്ചറിവും ഈ പരിശുദ്ധമായ നോമ്പുകാലത്ത് നമുക്കുണ്ടാകണം. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഈ നോമ്പുകാലത്തെ പൂർത്തീകരിക്കാം. നമ്മുടെ അനുതാപത്തിൻ്റെ കണ്ണുനീരുകൾ ഈ നോമ്പുകാലത്ത് തമ്പുരാൻ്റെ സന്നിധിയിൽ കാനാൻകാരിയെപ്പോലെ വിശ്വാസത്തോടെ പിന്തുടർന്ന് അവനെ ശല്യം ചെയ്തുകൊണ്ട് അവനിലുള്ള വിശ്വാസം അവനോട് ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാനായി നമുക്ക് കഴിയണം. അതിനുള്ള എല്ലാ കൃപയ്ക്കു വേണ്ടി ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് പൂർത്തിയാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാറക്കുമോർ സ്തോമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനസ്സരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുന്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറെ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകലാപരനാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനം വരെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹനിയോം ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാതിഥിയാൽ എൻ്റെ സംഖ്യാപാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളെയും വായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മാത്രമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായി സകലമരിച്ചുവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പരിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ.
ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്തം ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിൽ നിന്യപൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപ്യന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകളെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന തിരുമുൻപാകെ സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവരിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങൾ എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായി ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധനാൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലവരേതരുടെ ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളിൽ നീക്കും മനസ്സിലും തോന്നിക്കരണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്നവനാകുന്നു. ബാർക്കുമോർ ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും
ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും സ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയൊരു ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമേതാ, മോചിക്കും നാഴികയിതു താൻ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നതമാം പദവിയിലേറി ഇന്നീപ്പോളെ ആചാര്യൻ അനുഭവിച്ചിടും ഓർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. ഇതു കരുണയുടെയും ദയവിന്റെയും സമയം താ. സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ. ബാർക്കുമോർ സ്തോമൻ ഗാലോസ്. കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിനാം തലവണിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം.
എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള വില സ്ഥലത്തിൻ്റെ മുഴുവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മിശിഹാതമ്പരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുദ്ധവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുഹിതപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി ഒനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ഭാരക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീനത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമാ നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ഭാരക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരാജന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമാ നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശ്ലീഹന്മാരോട് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ,
നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സമരക്ഷാകരമായ നിന്റെ സ്ഥല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളതിനെല്ലാം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംപ്രവചനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂഹ സുരകമാകുന്ന പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്രവ്യവും ഭക്തിജനവുമാവുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോടുത്തരമരുളയണമേ. കർത്താവേ, എന്നോടുത്തരമരുളയണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദയതോതി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. പരിശുദ്ധാത്മാവിയപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവനീ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചുരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ചമ്മേ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനുമായ ആബോൻ ജോഷുവ മാഗ്നാത്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീഷന്മാർ ദേറാക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനും വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താൽപര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. സുയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ ശുദ്ധമതയും ഭാഗ്യമതയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായെയും നിവീന്മാർ സ്ലീഹന്മാർ പ്രസംഗർ ഈവെങ്കേലിസന്മാർ സഹോദരന്മാർ മോദയനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ വീഴ്ച നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ കുറ്റമില്ലാത്തത് ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള സകലവിശ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ സ്നേഹത്തിൽ സത്യവിശ്വാസത്തിൽ മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും ഹൃദയത്തിൽ ചേർത്തുകൊള്ളാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായിസോൻ എന്ന് ചൊല്ലണം. കുറിയിലായിസോൻ, കുറിയിലായിസോൻ, കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരങ്ങളാവിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായ മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും ഓർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും
തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോകുന്ന പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാവിമോചകനും ആയിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യമായ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമായിരുന്ന പ്രകാരം നിലനിൽക്കെ തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപാന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടുന്നേക്കുണ്ടായിരിക്കട്ടെ. ശ്രാപ്പികളെ കണ്ടേശായ ഹല്ലേലൂയ ഹല്ലേലൂയ ബസ്കുദിശയിൽ നിൻ മുന്നിൽ ബാറക്കുമോർ കുറിയേലായിസോ. കാണായ്വാൻ നിൻ ദൈവത്വം ഹല്ലേലൂയ ഹല്ലേലൂയ. മുഖമവർ മൂടും നിരുചിറകാൽ ബാറക്കുമോ കുറിയേലായിസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവാം ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ.
എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോൻ അർപ്പിക്കപ്പെട്ട അവസരങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിൻ നാം തലവണയ്ക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമാന്റെ വലത് കൈനീട്ട് ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോൻ ഭയഭക്തിയോടുകൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാസഹനങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സ്ഥലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാൻമാർ പുണ്യപ്പെട്ടോ അന്നേച്ചേകുമവർ ആശ്വാസം പുത്രൻ ദൈവം മുറിയോറായി നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയാ. നിൻ വലഭാഗി രാജഭാമിനിയും നിന്നഴകർജൻ മോഹിപ്പാൻ
നിഞ്ചനമോർക്കായ പിതൃഗ്രഹവും പാലിക്കുമോ. ശുഭഹോലാ ബോലബറോവൽ റൂഹോ കാദീശോ. ഓലം വാദാമൽ ഓലം ഉൽമീനാമേ. ഭക്തപുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോ രേഖസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ. പക്കലപേക്ഷയണ കേളും സ്തോമൻ കാലോസ്കുറിലായിസോ. വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ. അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാൽമാ വിനുകൂട്ട പാലിക്കുമോ. ശുഭഹോലാ ബോലബറോവൽ റൂഹോ കാദീശോ. ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു. മൊറിയോറായി ആലയിലോവാദാരേ. ഞങ്ങൾക്കായുള്ളർത്ഥന നീ നിർത്തിയിടരുതേ പരിശുദ്ധേ. ഏകാത്മജനോടർത്തിക്കാം ഞങ്ങളിൽ ആർദ്രതോ നയവാൻ പന പോലെ തളിർത്തിടുമേ. ഹാലേലൂയ. വളരുമവൽ ലബനോന്റെ കാരകിൽ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്കു തുഷ്ടി പുഷ്ടികളും പാലിക്കുമോ. ശുഭഹോലാ ബോലബറോവൽ റൂഹോ കാദീശോ. മിന്നോലം വാദാമൽ ഓലം ഉൽമീനാമേ. ഒരു പോലിങ്ങും മാർ സ്തേഫാനോ സഹദാ. വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കാൻ. സ്തോമൻ കാലോസ്കുറിയേലായിസോ. ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹതീർക്കും. പുനരുത്ഥാനദിനെ പാലിക്കുമോ. ശുഭഹോലാ ബോലബറോവൽ റൂഹോ കാദീശോ. മിശിഹായെ കാണാൻ സഹദേരാശിച്ചു. വാളാൽ ചിറകേന്തി ഉന്നത പദമേറി. മൊറിയോരായ മലൈനുവാദാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. മക്കളിലപ്പം കൃപ ചെയ്വതുപോലെ. ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
പുല്ലിനു തുല്യം നരനുടെ നാൾകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാറിക്കുമോ. സുബഹോല ബോല ബറോവൽ റൂഹോ കാദീസോ. മിന്നോലം വാദാമിൽ ഓലും ഉൾമീനാമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായിക്കാം സൗമൻകാലസ്കുരേലായിസോ. രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി. ചണിക്കുക നിന്നെ നോക്കും അവരിൽ കാന്തി മാറിക്കുമോ. മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാ. മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടേ ടങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. ഒരേയോരായൻ മാലനുവാദാരേ. മരമതിനു വേറെ കർത്താവേ, കള്ളനു കെട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടിടേണം. നാം ശബ്ദമേർത്തേ പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായി വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായി ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായി നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകരുമായ യേശു മിശിഹായാകുന്ന ദൈവം തമ്പുരാന്റെ കൃപ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. വേൽ താല്പര്യപൂർവ്വം പരിശ്രമിച്ച് സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിൽ നീക്കും ചൊരിയപ്പെടുമാറാകണമേ. നാദാ കൃപ ചെയ്യണമലിവാ. കൃപ ചെയ്യണമോ തരമരുളി. കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമമൂടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ കർത്താവും ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ ഞങ്ങളുടെ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയിർപ്പും നീ തന്നെ. കർത്താവേ, ദൈവികമാന വിരുന്നിൽ സന്തുഷ്ട ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ കരുണയുള്ള കർത്താവിൻ നാം തലണിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന് രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ കോപമദന്നി സർവേശ ശിക്ഷയിൽ ദയ കാട്ടിടണമേ. നിന്നോടെ വാതിൽ തുറക്കണമേ. കൃപയാൽ യാചന നൽകണമേ. കാഴ്ചയിൽ കർത്താവേ, നിൻ തിരുവുള്ളം ദുഷ്ടിപ്പെട്ട് നല്ലവരാമൃത പുണ്യപേ ഇറയരാനന്ദിക്കേണം. സഹോദരങ്ങളും വാത്സല്യഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും
ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദുരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായ ലക്ഷിതരും വിശുദ്ധ മാമോദീസാട റൂസ്മിയാൽ മുദ്രിതരുമേ, ഇത്തരത്തിൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും കുറ്റങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.